ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സുണ്ട്. യൂണിറ്റിൻ്റെ ചാർജുള്ള സിസ്റ്റർ വന്നിട്ടില്ല, അതിന് പകരം 2 സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ വാർഡിലുള്ള എല്ലാവരെയും പിന്നെ അയൽവാസികളെയും എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ തൊഴുകൈയോടെ തിരുസന്നിധിയിൽ ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ ഞാൻ അടുപ്പിക്കുന്നുണ്ട്. ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ സ്നേഹസ്വരൂപ ശാന്തി പ്രതാപ സ്നേഹസ്വരൂപ ശാന്തി പ്രതാപ ആരാധന 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 തൊഴുകൈയോടെ തിരുസന്നിധിയിൽ ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ മാമകമിഴികൾ ആശയോടെ തവ ദർശനത്തിനായി കാത്തുനിൽപ്പൂ. മാമകമിഴികൾ ആശയോടെ തവ ദർശനത്തിനായി കാത്തുനിൽപ്പൂ. കൺമണി പോലെന്നെ കാത്തുപാലിക്കുന്ന കൺമണി പോലെന്നെ കാത്തുപാലിക്കുന്ന നാദനൻ അർച്ചന സോമമഞ്ജരി തൊഴുകൈയോടെ തിരുസന്നിധിയിൽ ജീവന്റെ നാഥ നിൽപ്പു ഞങ്ങൾ. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരിഞ്ഞു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുകമാളോരെ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ തിരിഞ്ഞു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. അച്ഛാ, സിസ്റ്റേഴ്സ്, മുതിർന്നവരെ, പിന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ നിങ്ങളോട് കൂടെ സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മുടെയും ലോകം മുഴുവന്റെയും അമ്മയായി മാറിയത്? ഈശോ കുരിശിൽ കിടന്ന് ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും പറഞ്ഞ അന്നു മുതൽ പരിശുദ്ധ അമ്മ നമ്മുടെയും ലോകം മുഴുവന്റെയും അമ്മയാണ്. പരിശുദ്ധ അമ്മയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കുന്നത് പരിശുദ്ധ ജപമാലയാണ്. ജപമാല മണികളിലൂടെ പുണ്യം നിറഞ്ഞ ഒക്ടോബർ മാസം ഈശോയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലും സംരക്ഷകയായ മാതാവിന്റെ മുഖം കാണാൻ കഴിയും. ജപമാല ചൊല്ലി കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈകൾ പിടിക്കുകയും ഈശോയോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്നു.
ഗബ്രിയേൽ മാലാഖ ഏറ്റവും വലിയ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്വയം അർപ്പിച്ചവൾ. അന്നു മുതൽ ഈശോയുടെ മൃതശരീരം മടിയിൽ കിടത്തി വ്യാകുലയായി എല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവൾ. ഈശോയുടെ മരണശേഷം പേടിച്ചിരുന്ന ശിഷ്യന്മാർക്ക് തുണിയായിരുന്നവൾ. പന്തക്കുസ്തായിലും ഈ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ അമ്മ ഈശോയെ നോക്കിക്കാണുന്ന അതിസുന്ദരമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല. ജപമാല മണികളിലൂടെ ഈശോയെയും മാതാവിനെയും തൊട്ടറിയാൻ സാധിക്കും. കൂട്ടുകാരെ, ഈ അമ്മയെ നമുക്കും മുറുകെ പിടിക്കാം. ജപമാലയിലൂടെ വിശുദ്ധിയിലായിരിക്കുവാനും സ്വർഗത്തിൽ എത്തിച്ചേരാനും നമുക്ക് മാതാവിന്റെ കൈകൾ മുറുകെ പിടിക്കാം. പരിശുദ്ധ അമ്മ ഈശോയെ പുണ്യത്തിൽ വളർത്തിയതുപോലെ നമ്മളെ ഓരോരുത്തരെയും പുണ്യത്തിൽ വളർത്തണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തിന്റെ സുദിനമാണ് നമ്മെ സംബന്ധിച്ച് ഇന്ന്. കാരണം നമ്മുടെ വാർഡിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പാപ്പയുടെ സുന്ദരമായ ഒരു വാചകമാണ്. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, ഒരിക്കലും സംശയിക്കരുത്, ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഈ വാക്യം ഏറെ അർത്ഥവത്തമാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജീവിതത്തിൽ തളരാതെ, തകരാതെ, പ്രതീക്ഷ കൈവിടാതെ, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രതിസന്ധികൾ ഒരിക്കലും ഭയപ്പെടാതെ പരിശുദ്ധി അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് 1920 പോളണ്ട് എന്ന രാജ്യത്ത് ജനിച്ച ഒരു മഹാവിശുദ്ധനാണ് ജോൺ പോൾ പാപ്പ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പരാജയവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരുമ്പോൾ പരിശുദ്ധി അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിച്ച വിശുദ്ധ ജോൺ പോൾ പാപ്പയെ പോലെ ജപമാല കയ്യിലേന്തി ഈ ഒക്ടോബർ മാസം നമ്മുടെ ജീവിതത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദിനത്തിന്റെ മംഗളങ്ങളേറെ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ നീയും വള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയും വള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിശ്വം കാക്കുന്ന നാഥാ, Disconnected. വിശ്വൈകനാഥാ,
വിശ്വം കാക്കുന്ന നാഥാ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരിയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ തിരയുമ്പോൾ, ആരുമില്ലാത്തവർ അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. കാക്കുന്ന നാഥാ, നീളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. യേശുവേ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. നീളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. യേശുവേ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. നീളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. യേശുവേ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. യേശുവേ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം. യേശുവേ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. നക്ഷത്രപ്പൂക്കൾ കൊണ്ട് മാലയൊന്നു കോർത്തു തരാം. നസറേത്തിൻ രാജാവിൻ ഹോശാന പാടാൻ വരാം. രാവിലെ ഉണരും നേരം കുരിശ് വരയ്ക്കാം കൂട്ടരെ, കുരിശടയാളം കൃപയാണേ സാത്താനെതിരെയായത്. രാവിലെ ഉണരും നേരം കുരിശ് വരയ്ക്കാം കൂട്ടരെ,
കുരിശ് വരയ്ക്കുമ്പോൾ മനസ്സത് നിർമ്മലമായിടും. വിശുദ്ധ കുരിശിൻ മുദ്രയതിൽ സംരക്ഷണം അവനേകിടും. ഹൃദയത്തിൽ കുരിശ് വരയ്ക്കുമ്പോൾ മനസ്സത് നിർമ്മലമായിടും. വിശുദ്ധ കുരിശിൻ മുദ്രയതിൽ സംരക്ഷണം അവനേകിടും. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപ്പായാണ്. ലോകം മുഴുവൻ ഒത്തിരിയേറെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയങ്ങളെ മനസ്സുകളെല്ലാം കീഴടക്കിയ മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ ചിന്തകളും ഓർമ്മകളും എല്ലാം നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. നമ്മെല്ലാവരെയും ഈശോയിലേക്ക് നയിച്ച വ്യക്തിയാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ നാമധേയം പേറുന്ന ഈ ടൗൺ 2 യൂണിറ്റ് അംഗങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. അച്ഛൻ നോക്കാത്തോണ്ടാണ്. ഭയമാണോ? അച്ഛൻ നോക്കുമ്പോ ാണ് കാരണം ഇത്രയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങിയത്. എങ്കിലും അവസാനം നമുക്ക് ഇതുപോലെ ഈ ഒരു ആംബിയൻസിൽ പരിപാടികൾ സെറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ എല്ലാം മനോഹരമായിരുന്നു. എല്ലാവരും നല്ലോണം ഒരുങ്ങി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം പരിശുദ്ധ അമ്മയോടും ജോൺ പോൾ പാപ്പായോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ വികാരി അച്ഛനാണ്. ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ പറഞ്ഞപ്പോൾ വാർഡിന്റെ തിരുനാളാഘോഷം 22-ാം തീയതി ആണെങ്കിലും 19-ാം തീയതി തന്നെ ഞായറാഴ്ച എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന രീതിയിൽ ചെയ്യാൻ സമ്മതിച്ച, വന്ന് നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച, നല്ല സന്ദേശം തന്ന വികാരി അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്ത ജയ് സിസ്റ്ററിനെ പ്രത്യേകം ഓർക്കുന്നു. സിസ്റ്റർ ധ്യാനത്തിലാണ്. നമുക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും മഴ മാറി നമ്മളിപ്പോൾ പുറത്തിരുന്ന് ഈ പരിപാടികൾ ഇതുപോലെ ആസ്വദിക്കുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ പോയത്. അപ്പോൾ സിസ്റ്ററിന് നന്ദി പറയുന്നു. ഒപ്പം സിസ്റ്ററിന്റെ അഭാവത്തിൽ ഇവിടെ വന്നിട്ടുള്ള ജിസ്മി സിസ്റ്റർക്കും ആയുസ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും നല്ലോണം കൈയടിക്കും. ഇപ്പൊ കഴിഞ്ഞു ഭക്ഷണം. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കൈക്കാരൻ ചേട്ടന്മാർക്കും മനോജ് ചേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നീട് നന്ദി പറയേണ്ടത് തൊമ്മച്ചേട്ടന്റെ ക്ഷണമൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള അയൽവാസികളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്കും നന്ദി പറയുന്നു. അവസാനം ഒറ്റ വാക്കില് നന്ദി പറയേണ്ടത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. പ്രത്യേകിച്ച് ഈ പരിപാടികൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ സിസ്റ്ററൊക്കെ പറഞ്ഞപ്പോൾ എല്ലാത്തിനും കൂടിയ, കുട്ടികളെ നല്ലോണം ഒരുക്കിയ എല്ലാ അമ്മമാർക്കും പരിപാടികൾ അവതരിപ്പിച്ചവർക്കും എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഡെക്കറേഷൻ ചെയ്യാൻ ഇവിടെ സഹായിച്ച എബിച്ചേട്ടൻ, തോമസ് ചേട്ടൻ, രാജേഷേട്ടൻ, ലൂക്കോസ് ചേട്ടൻ, അങ്ങനെ എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. കൈ കഴുകാനായിട്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്.